നമസ്കാരം, ഞാൻ അഷ്ടമി. ഒരാഴ്ച വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് മാസം തോറും നടത്തിവരാറുള്ള യൂണിറ്റ് ടെസ്റ്റ് ജൂൺ 24 തിങ്കളാഴ്ച ആരംഭിച്ചു. ജൂലൈ 3 വരെയായിരുന്നു പരീക്ഷ. വൈകിട്ട് 3:30 മുതൽ 4:30 വരെയാണ് പരീക്ഷാ സമയം. മൂല്യനിർണ്ണയം ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കി PTA മീറ്റിംഗ് സംഘടിപ്പിക്കും. പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ മുൻകരുതലെടുക്കുന്നതിന് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാൻ പൂവത്തൂർ പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. നഴ്സുമാരായ ശ്രീമതി അശ്വതിയും ശ്രീമതി ഐശ്വര്യയും കുട്ടികൾക്ക് പേപ്പട്ടി വിഷബാധയെക്കുറിച്ചും വളർത്തുമൃഗങ്ങളെക്കുറിച്ചും പാലിക്കേണ്ട ശുചിത്വത്തെക്കുറിച്ചും അവബോധം നൽകി. HM ശ്രീമതി ബീന ടീച്ചർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ സുമി ടീച്ചർ നന്ദി രേഖപ്പെടുത്തി. കരിപ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ദേശാഭിമാനി അക്ഷരമുറ്റം പദ്ധതി CPIM നെടുമങ്ങാട് ഏരിയ സെക്രട്ടറി R ജയദേവൻ ക്ലാസ് പ്രതിനിധികൾക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് പ്രമോദ് സർ അധ്യക്ഷനായ ചടങ്ങിൽ HM ശ്രീമതി ബീന ടീച്ചർ സ്വാഗതം ആശംസിച്ചു. 448 നമ്പർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ മന്നൂർക്കോണം രാജേന്ദ്രന്റെ നേതൃത്വത്തിലാണ് സ്കൂൾ പത്രം സ്പോൺസർ ചെയ്യുന്നത്. ശ്രീ ശ്രീകേഷ്, മുൻ അധ്യാപിക ശശികല ടീച്ചർ, ഷാജി സർ, മാർ ഏരിയ ശ്രീമതി സിന്ധു, MBTA പ്രസിഡന്റ് BGS നായർ, PTA എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ വിനോദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സ്റ്റാഫ് സെക്രട്ടറി ഹേമചന്ദ്രൻ സർ നന്ദി രേഖപ്പെടുത്തി. ചലച്ചിത്ര ഗാനരചയിതാവ് പൂവച്ചൽ ഖാദർ അനുസ്മരണാർത്ഥം നടത്തിയ ശരണാന്തൽ എന്ന പരിപാടിയിൽ സിനിമാ ഗാനാലാപനത്തിന് കരിപ്പൂർ ഹൈസ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി അഭിനന്ദനാടി 3ാം സ്ഥാനം നേടി. പൂവച്ചൽ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രശസ്ത കലാകാരൻ ശ്രീകുമാരൻ തമ്പിയിൽ നിന്നും അഭിനന്ദന സമ്മാനം ഏറ്റുവാങ്ങി. ജൂൺ 26 ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ജൂനിയർ റെഡ് ക്രോസ് വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ സന്ദേശങ്ങളടങ്ങിയ പ്ലക്കാർഡുകൾ സ്കൂളിൽ പ്രദർശിപ്പിച്ചു. 10ാം ക്ലാസ് വിദ്യാർത്ഥി സൂര്യ കുട്ടികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ബോധവൽക്കരണ ലക്ഷ്യത്തോടെ കുട്ടികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് വൻ കൈയടി നേടി. JRC അംഗങ്ങൾ സമാഹരിച്ച പുസ്തകങ്ങൾ ചടങ്ങിൽ സ്കൂൾ ലൈബ്രറിക്ക് കൈമാറി. ജൂൺ 30 ശനിയാഴ്ച അധ്യാപകർക്കുള്ള ക്ലസ്റ്റർ പരിശീലനം വിവിധ കേന്ദ്രങ്ങളിലായി നടന്നു. ഒരാഴ്ച വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.